നീ കളിയാക്ക്, ഇഷ്ടം പോലെ കളിയാക്ക്. അമ്മുമ്മേ ഞാൻ പോവാ. മക്കളെ നീ നിക്ക്, ഞാനൊന്ന് സംസാരിക്കട്ടെ. അമ്മുമ്മ സംസാരിച്ചോ, ഞാൻ പോവാന്ന് പറഞ്ഞില്ല ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉള്ള ആരെങ്കിലും ഈ വീട്ടിൽ നിൽക്കുവോ? ഞാൻ പോവാ. എവിടെ പോണല്ലേ നിക്ക്. പോട്ടമ്മ, എന്തായാലും കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കഥ ഉണ്ടാക്കി തിരിച്ചിങ്ങോട്ട് കയറി വരും. അപ്പൊ നമുക്ക് ആ കഥയും കൂടെ കേൾക്കല്ലേ. കേശുവേ, നീ വല്ലാണ്ട് അങ്ങോട്ട് വളർന്നിരിക്കണു. ഒരു സമയത്തുണ്ടല്ലോ നിനക്ക് എന്താവശ്യം വന്നാലും ഈ ലച്ചു ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. ഇത് തന്നെ എപ്പോ നോക്കിയാലും അച്ഛനും പറയണത്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരോടാണ് എന്നെ വളർത്തിയത്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് എന്താണ് ഇതിൽ പങ്ക്? അയ്യോ, നമ്മൾ ചെയ്തൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കാൻ സമയമില്ല. കേട്ട് പാടി. ഇതാ ഞാൻ പറയുന്നത്, എന്നെ അമ്മ വളർത്തിയാൽ മതിയെന്ന്. വളർത്തിക്കോ, പാലും മുട്ടയും തേങ്ങയൊക്കെ കൊടുത്ത് വളർത്ത്. തേങ്ങക്കൊക്കെ ഇപ്പൊ ഭയങ്കര വില കൂടുതലാ. അത് അപ്പൂപ്പനോട് പറഞ്ഞാൽ മതി, അവിടെ നിന്നിട്ട് വരും. ഈ പെണ്ണെന്താന്ന് ഇങ്ങനെ തുടങ്ങണത്? ഒരു പക്വതയും ഇല്ല കേട്ടാ. അമ്മ പതുക്കെ പാടാ, പിന്നെയും കയറി. പാറു, നീ അടങ്ങിയിരുന്നോട്ടാ. നീലു, എനിക്ക് നിന്നോട് നല്ല ഗൗരവമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഓ, അപ്പൊ അമ്മ അച്ഛനോട് വീണ്ടും വഴക്കിട്ടാ? ഒന്ന് പോ നീലു. പിള്ളേരെ നിങ്ങൾ അകത്തോട്ട് പോയേ. നമ്മുടെ വീട്ടിൽ അങ്ങനെ സീക്രട്ട് ഒക്കെ ഉണ്ടോ അമ്മമ്മ? പോട്ടാമ്മ, ഇതിനെ കൂടെ കൊണ്ടുപോ. പാറുബാ, ഒരു കാര്യമില്ല. പറയാമ്മ. എടി, നമ്മുടെ ഇവിടെ നടക്കുന്നതിന്റെ ഈ അടിയും വഴക്കിന്റെ ഒക്കെ കാരണമേ നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പം. ഞാനും നിന്റെ അച്ഛനും കൂടെ വഴക്കുണ്ടാവുന്നത് അടി കിട്ടാത്തോണ്ടെന്നോ? അതെ, അച്ഛനമ്മയ്ക്ക് അടി കിട്ടാത്തതിന്റെ കുഴപ്പം തന്നെ. പിന്നെ അച്ഛനമ്മ പോയില്ലേ, തല്ലാൻ പറ്റുമോ? നീ ഒന്ന് പോയേ. തല്ല് കിട്ടി നന്നാവുമായിരുന്നെങ്കിലേ ഞാനൊക്കെ എന്നേ നന്നായനെയായിരുന്നു. അതെ, എന്നേ നന്നായാനായിരുന്നു. അത് പോട്ടെ. നീ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എത്ര കാലമായി? ഓ, അത് കുറച്ചാളായി. കുറച്ച് നാളൊന്നും അല്ല, ഒരുപാട് കാലമായി. ഓ, ഒരുപാട് കാലമായി. ബാലുവിന്റെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് എത്ര കാലമായി? ബാലു പോയിട്ട് ഒരുപാട് നാളായി. കുടുംബത്ത് നല്ല ദോഷമുണ്ട്. അതുകൊണ്ടേ നിങ്ങൾ ഒത്തിരി നാളായില്ലേ കുടുംബക്ഷേത്രത്തിൽ പോയിട്ടെ. എല്ലാവരും കൂടെ പോയി കുളിച്ചു തൊഴുത് കുടുംബക്ഷേത്രത്തിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ചുറ്റുവിളക്കും തെളിയിക്കണം. എന്നാലേ നമ്മുടെ കുടുംബത്തെ ദോഷം മാറത്തുള്ളൂ. ഓക്കെ, അമ്മയുടെ ആരാ പറഞ്ഞത്? എടി, ഞാനേ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമല്ലയോ, അതുകൊണ്ട് ഞാൻ പോയി ഒരു ജോത്സ്യനെ കണ്ടു. എടി, ജോത്സ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടേ ഞാൻ ഞെട്ടിപ്പോയടി. ആണോ? ഈ അമ്പലത്തിൽ പോയി കുടുംബക്ഷേത്രത്തിൽ പോയി കുളിച്ചൊഴുക, പ്രാർത്ഥിക്കുക, ചുറ്റുവിളക്ക് കത്തിക്കുക, ഇതൊക്കെ ഓക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഈ ജോത്സ്യം പറഞ്ഞത് അത്ര അങ്ങനെ ശരിയല്ല. എടി സത്യമാടി, ജോത്സ്യം പറയുക നമ്മുടെ വീട്ടിൽ എന്നും പ്രശ്നമായിരിക്കുമെന്ന്. ജോത്സ്യൻ്റെ വീട്ടിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാവും. അമ്മ നമ്മളെ വീട്ടിലൊന്നല്ല, ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളിലും പ്രശ്നമുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ പരിഹരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ജോത്സ്യൻ്റെ വീട്ടിലുണ്ടല്ലോ പൊരിഞ്ഞ വഴക്കായിരിക്കും. അത് തീർപ്പാക്കാൻ പുള്ളിക്ക് പറ്റൂല. നാട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ചെയ്താൽ മാറും, ഇങ്ങനെ ചെയ്താൽ മാറും എന്നൊക്കെ പറയും. എനിക്ക് നിന്നോട് തർക്കിക്കാനൊന്നും വയ്യ. പക്ഷേ എല്ലാവരും കൂടെ കുടുംബക്ഷേത്രത്തിൽ എന്തായാലും പോകണം. കുടുംബക്ഷേത്രത്തിൽ പോവാമ്മ. ബാലു വരട്ടെ. ബാലു വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോയി തൊഴാം. പോരെ? അത് മതി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് പറയാനാ പിള്ളേരെ ഞാൻ മാറ്റി നിർത്തിയത്. അപ്പം ഇനിയും കാര്യമുണ്ടോ? എടി, നമ്മുടെ പാറു ലച്ചും കൂടെ പൊരിഞ്ഞ വഴക്ക് നടക്കും. അങ്ങനെ വഴക്ക് നടക്കാതിരിക്കാൻ നമ്മൾ നോക്കിക്കോണം. ഇതും ജോത്സ്യം പറഞ്ഞാണോ? ജോത്സ്യം തന്നെ പറഞ്ഞത്. ഇപ്പൊ തന്നെ നോക്ക്, ലച്ചും പാറും കൂടെ പൊരിഞ്ഞടിയല്ലയോ. അവൾ എന്നോടെല്ലാം പറഞ്ഞു ലച്ചു. ഞാൻ അവളെ പ്രശ്നം പരിഹരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്നത്. പക്ഷേ വിളിച്ചോണ്ട് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് അവളങ്ങ് കുഴിപ്പളത്ത് പോയാൽ മതിയായിരുന്നെന്ന്. ഇന്ന് വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഇവർ തങ്ങളിൽ കാണരുതെന്നാണ് ജോത്സ്യം പറഞ്ഞേക്കുന്നത്. അമ്മയ്ക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? എനിക്ക് തലയ്ക്ക് കുറവുണ്ട്. അവിടെന്നാ മരുന്ന് കുടിക്കാൻ? ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി. സൂര്യൻ അസ്തമിക്കുന്നിടം വരെ. അപ്പം എത്ര മണി വരെ? വൈകിട്ട് 6:30 വരെ. ശരി, വൈകിട്ട് 6:30 വരെ ലച്ചുവും പാറും തമ്മിൽ കാണാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. എന്നാലും ഇപ്പം തൽക്കാലം ലച്ചു പോയില്ലേ, ആ പ്രശ്നം തീർന്നല്ലോ. അതെ, ഇതിപ്പോ തൽക്കാലം പിള്ളേരോടൊന്നും പറയാൻ നിൽക്കല്ലേ. അയ്യോ, ഞാൻ പറയില്ല, അവര് ചിരിക്കൂലേ. അവര് ചിരിച്ചോട്ടെ, തൽക്കാലം ഞാൻ പറഞ്ഞ ഞാൻ കേട്ടാ മതി. ഓ, ഉത്തരവ്. പോട്ടാ. അടുക്കള പണിയുണ്ട്. ചായ എടുക്കട്ടെ? വേണ്ട. അല്ല, കഴിച്ചായിരുന്നോ? ഞാൻ കഴിച്ചിട്ടാ വന്നത്. വഴക്കിട്ടാ അമ്മച്ചനോട്? ഇല്ല. എന്ത് വഴക്കിട്ടാ? സമയം കിട്ടിയില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഞാൻ എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കണോന്ന് നീ പറയുന്നോട്ടാ. എന്റെ ദൈവമേ, എന്റെ പിള്ളേർക്കൊന്നും വരുത്തല്ലേ.